ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ചെറിയ ആവോലിക്കുട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ബിരിയാണി വെച്ചാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി കേട്ടോ. അപ്പോൾ ഇതിനായി ഞാൻ നന്നായി ഒന്ന് മീൻ തയ്യാറാക്കുന്നുണ്ട്. മീനൊന്ന് കായം തേച്ച് തയ്യാറാക്കുന്നുണ്ട്. സാധാരണ പോലെ തന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അത് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി വെച്ച് നന്നായി ഒന്ന് കായാക്കി നമുക്ക് മീനിലേക്ക് തേച്ച് കൊടുക്കാം. മീൻ നന്നായി കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വരയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹോസ്റ്റലേഴ്സുള്ള കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പൊരിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാനിത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിതൊന്ന് പൊരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പൊരിഞ്ഞു പോകരുത്, മീൻ ഒരുപാട് വെന്ത് പോകരുത്. ഏകദേശം ഒരു ഹാഫ് ലെവലിൽ വേണം നമുക്ക് വെന്തെടുത്ത് കിട്ടാൻ കേട്ടോ. ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് നമുക്ക് ബിരിയാണി വെക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫ് വേവിൽ നമുക്ക് എടുക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളി, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില, നമ്മുടെ ഈ മല്ലിയില അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഉള്ളി ഇതൊക്കെ ഒന്ന് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാടൊന്ന് വഴങ്ങാണ്ട് ഇത് ഏകദേശം ഒരു 3/4 ലെവലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ബാക്കി നമുക്ക് ആ ഒരു ബിരിയാണിയിൽ നിന്ന് നമുക്ക് സെറ്റായി എടുക്കും. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒന്ന് വഴന്ന് വന്നാൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയം നമുക്ക് കുറച്ച് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെള്ളം വെക്കുക. അതിനുശേഷം നമ്മുടെ ആ ഇഞ്ചി വെള്ളുള്ളി കൂടി നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ പട്ട, ഗ്രാമ്പു ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഏലക്കായൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെന്ത് വരുന്നത് നമുക്ക് സാധാരണ നമ്മൾ ഗീ റൈസ് ആക്കുന്ന മാതിരി തന്നെ നമുക്ക് ആ ഒരു ഇതിലേക്ക് ഗീ റൈസ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയം വെള്ളം പതുക്കുന്ന ആ സമയത്ത് നമ്മുടെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചത് ജസ്റ്റ് ഇതിലേക്ക് ഞാൻ നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു കായാക്കി എടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം മറ്റേ അടുപ്പത്ത് നിന്ന് നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളം വെച്ച് ആ സമയത്ത് ഞാൻ അരിയിട്ട് ഇപ്പോൾ ഏകദേശം വെന്ത് വരുന്നുണ്ട്. വേവ് നമുക്ക് ഒരുപാട് വെന്ത് വിട്ടരുത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിരിയാണി വെക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് പോകരുത്. ഏകദേശം ഒരു 3/4 ലെവൽ വെന്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിരിയാണി പോട്ടിലേക്ക് അത്യാവശ്യം നെയ്യ്, അത് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അത്യാവശ്യം ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു അടിഭാഗത്ത് ഞാനൊരു അല്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിത് ഈ ഒരു കായം നന്നായി ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരത്തി വെച്ച് കുറച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഫിഷ് ഇട്ടിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഫിഷ് ഞാൻ പൊരിച്ചത് മാറ്റി വെച്ചതാണ്. ആ ഒരു പൊരിച്ച മീൻ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു മിക്സിയിലേക്ക് നന്നായി ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു സമയം നമ്മൾ ഏകദേശം ഒരു 3/4 ലെവലിലോളം വെന്ത് കിട്ടിയ നമ്മുടെ ഈ ഒരു ഗീ റൈസ് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറവിട്ട് വേണമെങ്കിൽ മേലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് സിമ്മാക്കി കൊടുക്കുക. ഒരുപാട് സ്പീഡിലാക്കരുത്, ജസ്റ്റ് ഒന്ന് സിമ്മിൽ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം വെച്ചതിന് ശേഷം അത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണത്.